ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു അമ്പർല സ്കർട്ട് എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം കേട്ടോ. അത് കട്ട് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് പാർട്ട് 1 ആയിട്ട് ഇടാം, സ്റ്റിച്ച് ചെയ്യുന്നത് പാർട്ട് 2 ആയിട്ടും ഇടാം കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് കമൻറ്റൊക്കെ ചെയ്യണേ. ഇന്ന് നമുക്കൊരു അമ്പർല ഫ്രോക്ക് വെട്ടാം കേട്ടോ. അതിൻ്റെ മുകൾ ഭാഗത്തിൻ്റെ, അതായത് യോക്ക് ഭാഗത്തിൻ്റെ ഇറക്കം 13 ഇഞ്ചാണ്. 8 ഇഞ്ച് വണ്ണം 4 മടക്കിയിട്ടു തുണി ഉണ്ട്. 4 മടക്കിയ തുണിക്കാണ് 8 ഇഞ്ച് വണ്ണം 13 ഇഞ്ച് ഇറക്കവും. 2 ഇഞ്ച് കഴുത്തകലം അതിൽ നമ്മൾ അടയാളപ്പെടുത്തി. ഇറക്കം 4 ഇഞ്ച് കഴുത്തിറക്കം എടുത്തു. അതിൽ ചതുരം വരച്ച് അതിൻ്റെ ഉള്ളിൽ കർവ് വരയ്ക്കുക. നമുക്ക് 3 ഇഞ്ച് ബാക്ക് കഴുത്ത് അടയാളപ്പെടുത്താം. 5 ഇഞ്ച് ഷോൾഡറും അടയാളപ്പെടുത്താം. ഇനി നമുക്ക് 5 ഇഞ്ച് ഷോൾഡറാണ് ഫുൾ ഷോൾഡർ. ഇനി നമുക്ക് 5 ഇഞ്ച് തന്നെ കൈക്കുഴിയുടെ ഇറക്കെടുക്കാം. അതിലും ചതുരം വരച്ചിട്ട് ചെറിയ കർവ് കൊടുക്കാം. ഇനി നമുക്ക് അടിഭാഗത്ത് 1 ഇഞ്ച് ചെരിച്ച്, 2 ഭാഗവും ചെരിച്ച് വെട്ടണം. മുകളിൽ നിന്ന് 1 ഇഞ്ച്, ചുവടെ നിന്നും 1 ഇഞ്ച്. ഇനി നമുക്കത് കട്ട് ചെയ്ത് വയ്ക്കാം. ഈ കൈക്കുഴിയുടെ കർവ് കട്ട് ചെയ്യാം. അതുപോലെ തന്നെ കഴുത്തിൻ്റെ കർവ് ഫ്രണ്ട് മാത്രം എടുത്ത് വേറെ വേറെ കട്ട് ചെയ്യണം. ബാക്ക് 3 ഇഞ്ച് കർവ് കട്ട് ചെയ്തു. നമുക്ക് ഇതേപോലെ തന്നെ ലൈനിങ്ങും കട്ട് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ ബാക്ക് ഭാഗം നമുക്ക് സിബ് വയ്ക്കാനായിട്ട് ഒന്ന് പൊളിക്കുക. എന്താ കട്ട് ചെയ്തു. അപ്പോൾ യോക്ക് ഭാഗം കഴിഞ്ഞു കേട്ടോ. ഞാൻ മാറ്റി വെച്ചു. ഇനി 26 ഇഞ്ച് നീളത്തിൽ 2 മടക്ക് തുണി എടുത്തുകൊണ്ട് 2 പീസ് തുണി എടുത്തിട്ട് അതിനെ 1 മടക്കും കൂടി നമ്മൾ മടക്കുക. എന്നിട്ട് അതിൻ്റെ മൂലഭാഗം നോക്കി നമുക്ക് 4 മൂല വരുന്ന 4 മടക്ക് വരുന്ന മൂല, 4 മടക്ക് വരുന്ന മൂലയിൽ നമുക്ക് അതിൻ്റെ അരവണ്ണം അടയാളപ്പെടുത്തണം. അത് അരവണ്ണം ഒരു 6 ഇഞ്ചാണ് വേണ്ടത്. 6 ഇഞ്ച് ഉടുപ്പിൽ നോക്കാം നമുക്കൊന്ന്. 12 ഇഞ്ചാണ് കാണുന്നത്. 6 ഇഞ്ച് നമുക്ക് അടയാളപ്പെടുത്താം. 6 ഇഞ്ച് 6 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തി. 8 മടക്കാണെങ്കിൽ നമുക്ക് 3 ഇഞ്ചാണ് വേണ്ടു. ഇത് 4 മടക്കായി ആയതുകൊണ്ട് നമുക്ക് 6 ഇഞ്ച് എടുക്കണം. അതിൽ നിന്ന് നമുക്ക് ഇറക്കം അടയാളപ്പെടുത്താം. ഇറക്കം 19 ഇഞ്ചാണ്. അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നീക്കി 19 ഇഞ്ച് കീഴ്പോട്ട് അടയാളപ്പെടുത്താം. ഉണ്ടോ? ഇങ്ങനെ നീക്കി അടയാളപ്പെടുത്തുക. ഉണ്ടോ? ഇനി നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. കട്ട് ചെയ്യാം. അടിഭാഗം ആ കർവിൽ കൂടെ കട്ട് ചെയ്തു. ഇനി മോൾ ഭാഗത്ത് 6 ഇഞ്ച് വരച്ചത് കട്ട് ചെയ്തു. ഇപ്പോൾ പാവാട ഭാഗം കട്ട് ചെയ്യൽ കഴിഞ്ഞു. ഇത് ജോയിൻ്റ് ഇല്ലാത്ത കട്ടിങ്ങാണ്, റൗണ്ട് കട്ടിങ് ഉണ്ട്, ഫുൾ റൗണ്ടാണ്. ഇനി നമുക്കതിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാം. കഴുത്ത് നമുക്ക് അടിച്ച് മറയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് കാരണം കൊണ്ട് കഴുത്ത് ഇതിലോടുകൂടി കട്ട് ചെയ്യുന്നില്ല കേട്ടോ. കഴുത്ത് നമുക്ക് അടിച്ച് മറയ്ക്കാം. മുൾഭാഗത്തിൻ്റെ ലൈനിങ് കട്ട് ചെയ്തു. ഈ അടിഭാഗത്തിൻ്റെ
കട്ട് ചെയ്യാം. അത് ലൈനിങ് 4 മടക്കിയിട്ട് അതിൻ്റെ മൂലഭാഗം അത് ആ തുണി വെച്ച് മാർക്ക് ചെയ്യുക. വെട്ടിയ തുണി വെച്ച് മാർക്ക് ചെയ്തു. ഇനി ഒരു 16 ഇഞ്ചോ 17 ഇഞ്ചോ ഇറക്കത്തിലാണ് 17 ഇഞ്ച് ഇറക്കത്തിലാണ് നമ്മൾ മാർക്ക് ചെയ്യണത്. അതിന് ഫുള്ള് തുണിയില്ല, അപ്പോൾ ഒരു പീസ് അവിടെ നമുക്ക് പിടിപ്പിച്ച് കൊടുക്കണം. കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് കിട്ടുന്ന ആ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്ത് നമ്മൾ ഈ ഭാഗത്ത് വെച്ച് നമുക്ക് ജോയിൻ്റ് അടിക്കാം. അതിൻ്റെ ഷേപ്പിൽ തന്നെ വെട്ടി തയ്യൽത്തുമ്പിന് വേണ്ടി സ്വല്പം കയറ്റി വെച്ച് 17 ഇഞ്ച് അടയാളപ്പെടുത്തി കട്ട് ചെയ്യും. അത് തുമ്പ് ഭാഗം ജോയിൻ്റ് അടിച്ചിട്ട് വേണം വയ്ക്കാനായിട്ട് കേട്ടോ. 4 പീസുണ്ട്, 2 പീസാക്കി വയ്ക്കണം. ഇനി മോൾ ഭാഗം കർവ് കട്ട് ചെയ്തു. അപ്പോൾ ലൈനിങ്ങും കട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് കൈയിൻ്റെ ഭാഗം കട്ട് ചെയ്യാം. ഒരു ബട്ടർഫ്ലൈ പോലത്തെ കൈയാണ് നമ്മൾ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. മൂലഭാഗം കുറച്ചാണ് കെട്ടിയുള്ളത്, ബാക്കി തുണി. അതുകൊണ്ട് നമുക്ക് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തെടുത്ത് ഞൊറിയിട്ട് ബട്ടർഫ്ലൈ ആക്കി വയ്ക്കാം. ഫുൾ ബട്ടർഫ്ലൈ അല്ല, കൈക്കുഴിയിൽ മാത്രം ഒതുങ്ങണ ബട്ടർഫ്ലൈ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒരു ഭാഗം നമുക്ക് ഞൊറിയിടാം, മറ്റേ ഭാഗം മടക്കിയടിച്ച് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇടാം. അങ്ങനെ ആ കർവ് വരച്ച് അളവൊന്നും എടുത്തില്ല, വെറുതെ ഒരു കർവ് വരച്ച് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു 14 ഇഞ്ച് വണ്ണത്തിലാണ് തുണി ഇട്ടിട്ടുള്ളത്. 14 ഇഞ്ച് വണ്ണത്തിൽ മടക്കിയിട്ടിട്ട് തുണി ഒരു മടക്ക് 14 ഇഞ്ച്. അങ്ങനെ അതവിടെ ഞെറിയിട്ട് മറ്റേ ഭാഗം മടക്കിയടിച്ച് കൈയിനെ പിടിപ്പിക്കാം.